തുടക്കത്തിൽ തന്നെ ജമാൽക്ക തെളിയിച്ചത് ഈ ജേർണലിസത്തിന് ഒരു പിന്നെ ഭാഷയാണ് പഠിക്കേണ്ടത് എന്നല്ലേ? ഭാഷ ഉണ്ടായാൽ മതി. ജമാൽക്ക വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജമാൽക്ക നേരെ ബാക്കിയുള്ളവർ വെറുതെ പഠിച്ച് സമയം കളഞ്ഞപ്പോൾ ജമാൽ ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ, ഞാൻ അതെന്താന്ന് വെച്ചാൽ ഞാൻ 1-2 തവണയൊക്കെ തോറ്റി. അപ്പൊ പിന്നെ ജ്യേഷ്ഠൻ എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ല. എൻ്റെ ജോലിയുടെ കാര്യമാണെങ്കിലും കല്യാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നു. കാരണം ബാപ്പയും ഉമ്മയും മരിക്കുന്ന ഒരേ മാസം തന്നെ 8 മാസം മരിച്ചു. ബാപ്പ മരിച്ച് 1 മാസം തികണതിന് മുമ്പ് ഉമ്മ മരിച്ചു. ആ സമയത്ത് ആരുമില്ല. അപ്പൊ ബാപ്പ മരിക്കുമ്പോൾ ജമാൽക്കാക്ക് എത്ര വയസ്സ്? 8 വയസ്സുണ്ടാവും. 8 വയസ്സുണ്ടാവും. ആ, ബാപ്പയും ജീന് ശരിക്കും ഇത് തന്നെയാണല്ലോ അല്ലേ? അല്ല, ബാപ്പ പിന്നെ നൈനയും പിന്നെ സൈനുദ്ദീൻ നൈനയെ പറ്റി പറയുമ്പോഴുള്ളത് മൂപ്പര് ബഷീറിന്റെ കൂടെ ഉജ്ജീവൻ എന്ന് പറഞ്ഞ മാഗസിൻ നടത്തിയില്ലേ? അതെ അതെ. അല്ല, അത് മാത്രമല്ല, വേറെ പത്രം നടത്തിയിട്ടുണ്ട് ബാപ്പ. വേറെ പിന്നെ സത്യം, അന്നത്തെ പത്രങ്ങളൊക്കെ സത്യദീപം അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. അങ്ങനത്തെ ഒരു വേറൊരു പത്രം കൂടി നടത്തിയുണ്ട് ബാപ്പ. അതുപോലെ എഡിറ്റിങ് ചെയ്യുമായിരുന്നു. എഡിറ്റിങ് ഒരു ഹരമായിരുന്നു. അപ്പോൾ ഏതോ ഒരു പുസ്തകം ഈ അടുത്ത് മങ്ങാട് അബ്ദുറഹ്മാൻ സാഹിബ് എനിക്കൊരു പുസ്തകം അയച്ചു തന്നു. PS സൈനുദ്ദീൻ നൈന എഡിറ്റ് ചെയ്തൊരു പുസ്തകം. അത് ഇന്ത്യയിൽ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി, അതായത് ഇപ്പോഴത്തെ സംഘികളുടെ വരവിനെ കുറിച്ച് ദീർഘദർശനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്.